ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വർക്കിംഗ് എനിക്ക് ദേവാനന്ദയ്ക്ക് മുന്നേ എനിക്ക് തിരയില് ശോഭന ചേച്ചി പറ്റാം. ഓ ആ ലെവലിലാണ് ഞാൻ എന്നെ കണ്ടത്. ഓ താങ്ക് യു. എപ്പോഴെങ്കിലേ എനിക്ക് ദേവന്തയെ കാണുമ്പോഴൊരു കാരണം വെച്ചാൽ ചേച്ചിയില്ലേ, ആ ചേച്ചി ഒരു തവണ ഇങ്ങനെ റിഹേഴ്സ് ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ ഓർത്തെടുത്ത് പിന്നെ വന്ന് പിന്നെ നേരെ ടേക്കിലേക്ക് വന്ന് നിൽക്കുന്നു. എനിക്ക് ദേവനന്ദ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ കഥാപാത്രമായി ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഉം. അത് തള്ളി മറിക്കണ പോലെ തോന്നുന്നുണ്ടോ? തോന്നില്ല പക്ഷേ അല്ല, അത് നിങ്ങൾ ആ വീട്ടിൽ നിന്നപ്പോ നിങ്ങൾ ആ വീട്ടിലെ ഒരാളെ പോലെയൊക്കെ നിങ്ങൾക്ക് അതെ ഫീൽ അതെ ചെയ്തില്ലേ? അതെ അത് ഉണ്ടായിരുന്നു. ആ ആ അത് ആ ഒരു എല്ലാ ഒരു സിനിമയിലാണല്ലോ അതെ 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 മൈൻഡ് ഓഫ് ദ ക്യാരക്ടർ, സ്കിൻ ഓഫ് ദ ക്യാരക്ടർ. ക്യാരക്ടർ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. ആ അപ്പോ നമ്മൾ അങ്ങനെ ഒരാള് ജീവിച്ച് നമ്മുടെ കൺമുന്നിൽ ജീവിക്കുമ്പോ അയാളെ നമ്മൾ വളരെയധികം കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട് ദേവനന്ദയെ പല ഘട്ടങ്ങളിലും. ദേവന്തയെ കാണുമ്പോഴേ ഇപ്പൊ എനിക്കൊക്കെ ഒരു കുറ്റം തോന്നാറുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തീരെ പ്രൊഡക്റ്റീവ് ആയിരുന്നില്ലല്ലോ, നമുക്ക് ഇത്രയും വിവരവും അല്ലെങ്കിൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കൊരു കുറ്റം തോന്നാറുണ്ട്. അപ്പൊ ആ കുട്ടി എനിക്ക് ആ കുറ്റം ഇപ്പോഴും ഇന്ന് ഇപ്പൊ കാണുമ്പോഴും തോന്നി. അത് ചോദിക്കാൻ പറ്റുന്നത്. ഞാൻ ചേട്ടൻ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടോ? ഉണ്ട്. ആ എന്ന് വെച്ചാൽ ദേവനന്ദ ആവാൻ പറ്റുമോ നമുക്ക്? ദേവന്തയ്ക്ക് സംബന്ധം ദേവന്ത മാത്രം. ഇപ്പൊ കളിയാക്കട്ടോ, അല്ലല്ല ഞാൻ സീരിയസ് കളിയാക്കട്ടോ. ഞാൻ സീരിയസ്. നീ മനപ്പൂർവ്വം ചെറിയ കുട്ടീനെ വെച്ച് ഇങ്ങനെ കളിയാക്കുന്ന നമുക്ക് നീ ഇതിനുള്ള മറുപടി നീ പറ. ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദ ആർട്ടിസ്റ്റ് യു ആർ. ഞാൻ സീരിയസ്. കുറ്റബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിന്റെ കേസിൽ വരുമ്പോ, കാരണം ഈ ഒരു പ്രായത്തിൽ പഠിക്കുന്നു, ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണോ? ആ ടൈം മാനേജ് ചെയ്തിട്ട് ആളുകളൊക്കെ അല്ലെ മാനേജ് ചെയ്യണം, അവിടെ ഇന്ററാക്ട് ചെയ്യണം, അതൊരു സ്കില്ലല്ലേ. ഈ ഒരു പ്രായത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു, കുടുംബം നോക്കുന്നു. അച്ഛനമ്മ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഉണ്ടോ? ഓ എന്നിട്ടും ഞാൻ ജോലിക്ക് പോയില്ല, ഇത് ഞാൻ എന്റെ പാഷന്റെ പുറകെ പോവാ.